അങ്ങ് മലപ്പുറത്തെ എയർ നഗറിൽ ഒരു 13 വയസ്സുകാരന് സ്വന്തമായിട്ട് എയർപോർട്ടുണ്ട്. എയർപോർട്ട് മാത്രമല്ല കേട്ടോ, അവന് സ്വന്തമായിട്ട് കുറച്ചേറെ വിമാനങ്ങളും ഉണ്ട്, അതും പല രാജ്യങ്ങളിലെ. അതെ, അതായത് എമിറേറ്റ്സ്, എയർ ഇന്ത്യ തുടങ്ങി നമുക്കറിയാവുന്ന എല്ലാ വിമാനങ്ങളും അവന് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ആ കൊച്ചു മിടുക്കനെ ഒന്ന് പരിചയപ്പെടാം. ആ കൊച്ചു മിടുക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ഇഷാൻ എന്നാണ്. അപ്പൊ ഈ കൊച്ചു മിടുക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന വിമാനങ്ങളും എയർപോർട്ടും കാണാനാണ് ഇന്ന് നമ്മൾ മലപ്പുറത്ത് എത്തിയിരിക്കുന്നത്. എത്ര നാളുകൊണ്ടാണ് ഈ വിമാനവും എയർപോർട്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്? ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയിട്ട് 2 വർഷങ്ങളായി. 2 വർഷമായി അല്ലേ? അപ്പം ഉള്ളിലാണ്, ഒരു മുറിയിലാണുള്ളത് അല്ലേ? എന്നാ പോയി കണ്ടിട്ട് വരാം. ഓ, ഇതാണ് ആ ലോകം അല്ലേ? എന്റെ അമ്മേ, ഇത് കൊള്ളാലോ. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയേക്കണേ? ഏത് ടൈപ്പ് പേപ്പറിലല്ലേ? മൊത്തം സാധാ A4 പേപ്പറിൽ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് ഉണ്ടാക്കും. ഓ, സാധാ A4 പേപ്പറിലാണ് വരുന്നത്. അപ്പൊ ഈ ലോഗോയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ പ്രിന്റ് എടുക്കുവാണ്. അപ്പൊ വരയ്ക്കാൻ അറിയായിരിക്കും അല്ലേ? കുറച്ച് ഓക്കെ, വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഉണ്ട് സ്വന്തമായിട്ട്, അതെ, എയർ ഇന്ത്യ ഉണ്ട്, അമേരിക്കൻ ഉണ്ട്, ജെറ്റ് ഉണ്ട് അല്ലേ? അതെ, അതല്ലേ എനിക്ക് ഈ എയർപോർട്ട് നോക്കുക, ആ ലൈറ്റ്സ് ഉൾപ്പെടെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് റൺവേ ആണല്ലേ? റൺവേ ആണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഏത് എയർപോർട്ടാ? അങ്ങനെയല്ല, ഞാൻ സ്വന്തമായിട്ട് എന്റെ ഒരു ഭാവനയിൽ ഉണ്ടാക്കി. സ്വന്തമായിട്ടുള്ള ഭാവന, അല്ലാതെ പ്രത്യേക ഒരു എയർപോർട്ട് അങ്ങനെയൊന്നും അല്ല. കോപ്പി അടിച്ചതല്ല, അല്ല, എന്റെ സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതും ഇതും കോപ്പിയല്ല, ഒന്നും കോപ്പിയല്ല, ഇതെല്ലാം സ്വന്തം ഐഡിയ എന്നാണ്. അത് ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ, നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള, അതിൽ സ്പെഷ്യലി ഞാൻ കാണിക്കാം. ഇതുണ്ട്, ഇതിലേക്ക് വണ്ടി പോകുമ്പോൾ ആ ടയറിന്റെ പാടുണ്ടല്ലോ, അതുവരെ വരച്ചുണ്ടാക്കിയേക്കുവാണ്. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ എയർപോർട്ട് ഇവിടെ ഉണ്ടാക്കിയേക്കണേ. പിന്നെ അത് എവിടെ നിന്ന് നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റിലോട്ട് കയറുന്ന ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അതേ DHL, എല്ലാ കാര്യങ്ങളും അത്രയ്ക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ. കൊറിയർ സർവീസ്, DHL, അതാ ഞാൻ പറഞ്ഞു, കൊറിയർ സർവീസുകൾ. ഒരു എയർപോർട്ടിന് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ടല്ലേ? ഇതെങ്ങനെയാ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? അത് എനിക്കൊരു പൈലറ്റ് ആണെന്നാണ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു പാഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിന്റെ പാഷൻ ഫോളോ ചെയ്ത് ഇത് ആക്കിയതാണ്. ഓ, അതായത് പൈലറ്റ് ആകണമെന്നുള്ള ആ ഒരു പാഷൻ അതിന്റെ പേരിൽ ഉണ്ടാക്കിയതാണല്ലേ? 2 വർഷത്തെ പരിശ്രമം. അപ്പൊ ഈ കുഞ്ഞു കാണുന്ന വിമാനമൊക്കെയോ? അതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് പഠിച്ചത്. വിമാനങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി, പക്ഷെ എയർപോർട്ടൊക്കെ ഫുള്ളിന്റെ ഭാവന. എയർപോർട്ട് സ്വന്തം ഭാവനയില് ഉണ്ടാക്കി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ എയർപോർട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ഡയമെൻഷന്, അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ അതിന്റെ അകത്ത് നിൽക്കണേ? ഫുള്ള് കറക്റ്റ് ആണ്. ആരെങ്കിലും ക്യാപ്റ്റന്മാരെ, പൈലറ്റുമാരെ കാണിച്ചിട്ടുണ്ടോ? ഒരു പൈലറ്റ് വന്നിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞേ? ആണോ? പുള്ളി ശരിക്കും സർപ്രൈസ്ഡ് ആയി കാണും അല്ലേ? പുള്ളി ഇങ്ങനെ പുള്ളിയൊക്കെ അല്ലേ അങ്ങ് മോളിൽ ഇരുന്ന് ഇത് കാണുന്ന ആൾക്കാര് അല്ലേ? അവര് പറഞ്ഞ എന്താ പറഞ്ഞേ പ്രത്യേകിച്ച്? തന്നെ പറഞ്ഞേ, മോളിൽ നിന്ന് കാണാൻ അതേപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തോട്ട് നോക്കുമല്ലോ, അപ്പൊ നമുക്ക് കോക്പിറ്റിൽ നിന്ന് കാണുന്ന അത്ര ഇതല്ലെങ്കിൽ പോലും നമ്മൾ ആ മോളിൽ നിന്ന് കാണുന്ന ആ എയർപോർട്ടിന്റെ രൂപം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആണല്ലോ. എയർ ഏഷ്യ, ഇത് അത്യാവശ്യം കട്ടിങ് കനമൊക്കെ ഉണ്ടല്ലോ. കട്ടിങ് കനമുണ്ട്. അതിന്റെ ഉള്ളില് വെയിറ്റ് കൊടുക്കുന്നത്. ഉള്ളിൽ വെയിറ്റ് കൊടുത്താണ്. അതിന്റെ ടയർ കാണിച്ചു കൊടുക്ക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു മിസ്റ്റേക്കും അതിന്റെ അകത്ത് നമുക്ക് പറയാനില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിന്റഡ് ആയിട്ട് അതല്ല, അതിന്റെ ആ ടയറിലെ ഉള്ള ആ വര അതില്ലേ, അതൊന്ന് കാണിച്ചു കൊടുക്കണേ. ടയറിലുള്ള അപ്പുറത്തെ സൈഡ് രണ്ടും ടയറിന്റെ ഡീറ്റെയിൽ വരെ അത്ര കറക്റ്റ്. അതാണ് ഇഷാന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. ഭയങ്കര അമേസിംഗ് ആയിട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അത്രയ്ക്ക് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇഷാനെ, ഞാൻ ചോദിക്കട്ടെ, ഈ എമിറേറ്റ്സിന്റെ ഈ മോളില് നമ്മൾ സാധാരണ രീതി കാണുമ്പോ ഇത് എന്ത് സംഭവം? ഇത് അത് വിമാനങ്ങളുടെ സിഗ്നൽ അയക്കുന്ന സംവിധാനമാണ്. അപ്പം നമ്മളൊക്കെ ശരിക്കും ഗോളായിട്ട് ഇങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ. ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതുണ്ടോ, ഈ ചിറകിന്റെ ഉള്ളിലെ ഫാന് അതിനുള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കും അല്ലേ? അതുപോലെ എനിക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ഇത് തിരിക്കാം, ഈ ഫ്ലൈറ്റിന്റെ ടയറിന്റെ ഹൈഡ്രോളിക്
അത് സംവിധാനം അത് അതുപോലെ ക്രിയേറ്റ് ചെയ്തേക്കണം. ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെയ്താ അല്ലേ? ഹൈഡ്രോളിക് സംവിധാനം പോലും. ഇപ്പൊ എന്തേ ആ മേശപ്പുറത്ത് കണ്ടോ, ഇതൊന്നും നീ ഉണ്ടാക്കുന്നതാണോ? ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണോ? അത് ഞാനിപ്പോ പകുതി ആയിട്ടേ ഉള്ളൂ. ഓ, അപ്പം ഇനി ഇവിടുന്ന് ചിറകും കാര്യങ്ങളും ടയറും എല്ലാം വരാനുണ്ടല്ലേ? അതുപോലെ റൺവേ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കേറിയല്ലേ ഫ്ലൈറ്റിലേക്ക് കേറുന്ന ഭാഗങ്ങളും എല്ലാം അതേപോലെ സെറ്റ് ചെയ്തേക്കുന്നു. എത്ര എണ്ണ നോക്കി. അപ്പൊ ഇതൊരു ചെറിയ എയർപോർട്ടൊന്നും അല്ലാട്ടോ, വലിയ സംഭവം എയർപോർട്ട്. എന്തായാലും കൈ തരാണ്ടിരിക്കാൻ പറ്റില്ല. ഇഷാൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? മലബാർ സെൻട്രൽ സ്കൂൾ. മലബാർ സെൻട്രൽ സ്കൂൾ ഇവിടെ മലപ്പുറത്ത്. ഇവന്റെ പേരാണ് ഹംദി. വരയ്ക്കുവോ? കുറച്ച് ചേട്ടനെ കണ്ട്. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടോ? ആ, ചേട്ടന്റെ ഫുൾ പ്രൊമോട്ടർ ആണ് കേട്ടോ. ഇവ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഈ മുറിയിലേക്ക് ആരും കയറാറില്ല അല്ലെ? ഈ മുറി സ്വന്തമായിട്ട് വെച്ചേക്കോ അല്ലേ? ഇതുപോലെ മാത്രമായിട്ട് അല്ലേ? അപ്പൊ ഒരു മുറിയില് മൊത്തം വിമാനം, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിമാനമാണുള്ളത് അല്ലെ? ഉപ്പും ഉമ്മയൊക്കെ സപ്പോർട്ടാണോ? ഫുൾ സപ്പോർട്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇതാക്കാൻ പറ്റിയത് അല്ലേ? ചേട്ടന്മാരൊക്കെ എത്ര പേരുണ്ട്? 3 ചേട്ടന്മാരും ഒരു അനിയനും. അനിയനും. ഓക്കെ. എല്ലാവരുടെയും പേരൊക്കെ? മൂത്ത ആള് അജ്മല്, പിന്നെ അമന്, പിന്നെ അമീന്, പിന്നെ അമൻ ഹംദി. ഓക്കെ. ഉപ്പയുടെ ഉമ്മയുടെയും പേര്? ഉപ്പ മുഹമ്മദ് അഷ്റഫ്, പിന്നെ ഉമ്മ സമീറ. ഓക്കെ. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടാണത് അല്ലേ? എല്ലാവരും ചേട്ടനനിയന്മാർ എല്ലാവരുടെയും സപ്പോർട്ടാണത്. എല്ലാവരും അവരൊക്കെ വീട്ടിലൊക്കെ വരുമ്പോ എന്നാ ചെയ്യണേ? കണ്ടിട്ട് എന്നാ പറയാറ്? സൂപ്പർ. അങ്ങനെ നീ ഈ പഠിക്കുന്നതിനിടയിൽ എപ്പോഴാണ് ഇതുപോലെ സമയം കിട്ടണേ? വീക്കെൻഡ്സിൽ, സൺഡേ സാറ്റർഡേസിൽ ഫ്രീ ടൈം ആണല്ലോ, അപ്പൊ ആ നേരത്തെ ഇരുന്ന് ചെയ്യും. ആ ടൈമിൽ ഇരുന്ന് ചെയ്യുന്നതാണ് ഇതല്ല അല്ലേ? ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അതുകൊണ്ട് ഇഷാന്റെ പഠിത്തം പുറകോട്ട് പോയിട്ടില്ല കേട്ടോ. ഞാനിത് ഇഷാന്റെ ഉപ്പായോട് ചോദിച്ചായിരുന്നു. ഇഷാൻ സ്കൂളിലും ടോപ്പറാണ്. അത് കൂടാതെയാണ് ഇഷാന്റെ ഒരു പാഷൻ ഇഷാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള കഴിവുകളുള്ള കുട്ടികളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികളൊക്കെ പഠിക്കുകയും ചെയ്യണം. എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതെന്നുള്ളത്. ശരിക്കും ഇഷാന് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇഷാന്റെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷാൻ ഒരു ചെറിയ ചാനലിൽ ഇടുന്നുണ്ട് അല്ലേ? ഇഷാന്റെ ചാനലിന്റെ പേരെന്താ? ഏവിയേഷൻ സ്പോട്ട് 56. ഓ, ഏവിയേഷൻ സ്പോട്ട് 56. അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഏവിയേഷനെ കുറിച്ചൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണം ഇതിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇഷാൻ ആ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ. താങ്ക് യു.